ഹലോ. അപ്പം ഞാൻ ദേ ഇന്ന് ട്രിവാൻഡ്രം വരെ പോവാട്ടോ. എൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് പോകുന്നതാണേ. അപ്പോൾ എന്താ പറയുക, എൻ്റെ നീണ്ട കാലത്തെ ഡ്രീമാണ്. അപ്പോൾ ഞാനത് അച്ചീവ് ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തൊടുപുഴ ടൗണാണ് കേട്ടോ. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ ആലുവ എത്തി. അവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു വണ്ടിക്കാരനും ഒരു ചേച്ചിയായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പോലീസുകാരനൊക്കെ വന്ന് വർത്താനം പറയുന്നതാണേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തി. കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ട്രെയിനൊക്കെ വന്നു കേട്ടോ. പിന്നെ ഞങ്ങളൊരു ട്രിപ്പ് പോലെയാണ് പോയത്. ഞാനും ഏട്ടനും ഏട്ടത്തിയമ്മയും ചേച്ചിയും കുട്ടികളും എല്ലാവരുമായിട്ടാണ് പോയത് കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അവർ ഫസ്റ്റ് ടൈമാണ് ട്രെയിനിൽ കയറുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കയറിയതേ ബർത്തിലൊക്കെ കയറിയിരുന്നു. കുറേ പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ അവളുടെ കൂടെ കുറച്ച് റീൽസൊക്കെ എടുത്തു. നല്ല അടിച്ച് പൊളിച്ച് ഞങ്ങൾ പോയിട്ടോ. നല്ല ഹാപ്പി ആയിരുന്നു എല്ലാവരും. നല്ലൊരു യാത്രയായിരുന്നു. അപ്പോൾ അവളുടെ കൂടെ കുറേ റീൽസൊക്കെ എടുത്തു കേട്ടോ ഞാൻ. അപ്പോൾ ഇതെൻ്റെ ചേച്ചിയുടെ ഇളയ കുട്ടിയാട്ടോ. അപ്പോൾ അവനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ കുറേ പാട്ടൊക്കെ പാടി അന്താക്ഷരിയൊക്കെ കളിച്ചു. നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ഞങ്ങൾ. കാരണം ട്രെയിനിൽ അധികം തിരക്കൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ യാത്ര. കുട്ടികളും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഞങ്ങൾ കുറേ പാട്ടൊക്കെ പാടി അടിച്ച് പൊളിച്ചാണ് പോയത്. പിന്നെ ഒരു നൈറ്റ് ഒരു 9:30 ആയപ്പോഴത്തേക്കും നമ്മൾ ട്രിവാൻഡ്രം എത്തി കേട്ടോ. പിന്നെ നമ്മളവിടെ റൂമൊക്കെ എടുത്തു, സ്റ്റേ ചെയ്തു. അപ്പം പിറ്റേ ദിവസം മോർണിംഗ് നമ്മൾ, അപ്പം എൻ്റെ ഡ്രീം, അപ്പം ഞാൻ ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആകാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ കോട്ടിങ് സെറിമണി ആയിരുന്നു കേട്ടോ ഇന്ന്. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് ഞാൻ സാധിച്ചെടുത്തു. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അവിടുത്തെ പ്രോഗ്രാമും പരിപാടിയും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി ബിരിയാണിയാണ് കഴിച്ചത്. പിന്നെ ഒരു ലൈമും കുടിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.